അങ്ങനെ കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായൊരു സീസൺ തന്നെയാണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ 6. വന്നു കയറിയ അന്ന് മുതൽ അടി തുടങ്ങിയ ഒരു സീസൺ എന്ന ഒരു പേരും ഈ സീസണുണ്ട്. ഇന്നലെ രാത്രി മുതൽ നമ്മുടെ രതീഷ് ഏട്ടൻ പക്ക ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രതീഷ് ഏട്ടൻ വളരെ വ്യക്തമായി തന്നെ ജാസ്മിനോടൊക്കെ പറയുന്നുണ്ട്, ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്. ഇവിടെ 99 ദിവസവും നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ സമയം നമ്മളിവിടെ കണ്ടൻറ്റ് സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിനും രതീഷ് ചേട്ടനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ചേട്ടനെ ഞാൻ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ചേട്ടൻ പ്രേക്ഷകരുടെ മുമ്പിൽ പോയി പ്രേക്ഷകരാണ് തീരുമാനിക്കണം നമ്മളിവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണോ നിൽക്കണ്ടേ എന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് ജാസ്മിൻ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോമിനേഷനിൽ വന്നാലല്ലേ എന്നൊക്കെ രതീഷ് ചേട്ടൻ പറയുന്നുണ്ട്. ചേട്ടൻ നോമിനേഷൻ പേടിക്കുന്ന എന്തിനാണ്? ചേട്ടൻ ഇവിടെ കണ്ടൻറ്റ് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ തീർച്ചയായും പ്രേക്ഷകരുടെ മുമ്പിൽ ഓരോ ആഴ്ചയും പ്രത്യക്ഷപ്പെടണം. അതായത് നമ്മൾ നോമിനേറ്റ് ചെയ്യണം, എന്നാലാണ് ചേട്ടന് പ്രേക്ഷക പിന്തുണ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് ഏട്ടനും ജാസ്മിനും നല്ല രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നുണ്ട്. രതീഷ് ഏട്ടൻ ഇന്ന് രാവിലെ തൊട്ട് ജാനുവിൻ്റെ പുറകെ തന്നെയാണ്. ജാനുവിന് സിഗരറ്റ് ഗ്യാസിൻ്റെ അവിടെ പോയി കത്തിച്ചു എന്ന പേരിൽ ജാനുവായിട്ട് നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടത്തി. അതിൽ സിജോയൊക്കെ കയറി ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ലൈവിൽ അതിഗംഭീരമായ ടാസ്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.